ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയെ കുറിച്ചുള്ള അധ്യായമാണ്. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ധാരണയുള്ളവൻ അവന് തെറ്റായ വിശ്വാസമാണുള്ളത്. തെറ്റായ വിശ്വാസമുള്ളവരെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അവൻ്റെ അഖീദ തെറ്റാണ്. അവനെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ദുഷിച്ച ധാരണയാണുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ദുഷിച്ച ധാരണയുള്ളവൻ അവൻ്റെ കർമ്മങ്ങളും ദുഷിച്ചതായിരിക്കും, ചീത്തയായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയുള്ളവൻ അവൻ്റെ കർമ്മങ്ങൾ നല്ലതായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫയഅലല്ലാഹ് മാ ദന്നു അസ്ഹാബിൽ കബായിരി വസ്സലമതി ബില്ലാഹി ഇദാ ലഖൗഹു. എന്താണ് വിചാരിക്കുക? വൻ പാപം ചെയ്യുന്നവൻ എന്താണ് വിചാരിക്കുക? ദുൽമ ചെയ്യുന്നവനും അള്ളാഹുവിനെ കുറിച്ച് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വമൽ ആലിമുൽ ഇബാദി ഇൻദഹു, അവരുടെ അടുത്ത് അവർ അടിമകളോട് അനീതി ചെയ്യുന്ന അവസ്ഥയിൽ അനീതിയും ചെയ്തിട്ടുണ്ട്. ഫഇൻ കാന യൻഫഉഹും ഖൗലുഹും ഹസ്സന്ന ളുന്നൂന ബിക, അവരുടെ വാദം അവർ പറയുകയാണെങ്കിൽ നമുക്ക് നിന്നെക്കുറിച്ച് നല്ല ധാരണയാണ് ഉള്ളത്, അഥവാ അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയുള്ളത് ആണ് എന്നാണ് അവരുടെ വാദമെങ്കിൽ, അതവർക്ക് ഗുണം ചെയ്യുമെങ്കിൽ ഇന്നക ലൻ തുഅസ്സബ ളാലിമൻ വലാ ഫാസിഖൻ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരു ദുൽമ ചെയ്യുന്ന ആളെയും ഒരു ഫാസിഖിനെയും ശിക്ഷിക്കുകയില്ല. ഫൽ യസ്നഉൽ അബ്ദു മാഷാ, ഒരടിമ അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അവന് തൃപ്തിപ്പെട്ടതൊക്കെ ഒരടിമക്ക് ചെയ്യാം. വലിയർത്തക്കുല്ലമാ നഹാഹുല്ലാഹു അൻഹു, അള്ളാഹു നിരോധിച്ചതെല്ലാം അവന് ചെയ്യാം. വലിയുസ്നുല്ലന്നു ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായാൽ മതി. ഫഇന്നന്നാറ ലാ തമസ്സുഹു, തീ അവനെ സ്പർശിക്കില്ല. അപ്പോ ഇവരുടെ വാദം എന്താ? അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായാൽ മതി, അള്ളാഹു എല്ലാം പൊറുക്കുന്ന ഇവരുടെ ധാരണ. വൻ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം, തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ആ തിന്മ, തൗബയുടെ ഒരു ഷർത്ത് എന്താ? ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ വെടിയേണ്ട ആവശ്യമില്ല. ഇതാണല്ലോ അവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഒരു ലാലിമിനെയും നരകം സ്പർശിക്കുകയില്ല, ഒരു ഫാസിഖിനെയും നരകം സ്പർശിക്കുകയില്ല. അവന് എന്താണോ അവനിഷ്ടം അതൊക്കെ ചെയ്യാം, അവന് നിരോധിച്ചതെല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഫസുബ്ഹാനല്ലാഹ്, ആശ്ചര്യത്തോടെ പറയാണ്, മാ യബ്ലുഗുൽ ഗുറൂറു ബിൽ അബ്ദി, ഒരടിമയുടെ വഞ്ചന എവിടം വരെ എത്തിയിരിക്കുന്നു. വഖദ് ഖാല ഇബ്രാഹീമു ലിഖൗമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞത്, അഇഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരീദൂന ഫമാ ലന്നകും ബിറബ്ബിൽ ആലമീൻ, കള്ളമായിക്കൊണ്ട് അള്ളാഹുവിന് പുറമേ ഉള്ള ആരാധനയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫമാ ലന്നകും, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ധാരണ? ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച്. അതിനർത്ഥം മാ ലന്നകും, നിങ്ങളുടെ ധാരണ എന്താണ്? അയഫ്അല ബികും ഇദാ ലഖൈതുമൂഹു, നിങ്ങൾ അവനെ കണ്ടുമുട്ടുമ്പോൾ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, ഫഖദ് അബത്തും ഗൈറഹു, അവനെ പുറമെ നിങ്ങൾ മറ്റിലാവിടെ ആരാധിക്കുകയാണല്ലോ.
അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ധാരണ? വമൻ തഅമ്മല ഹാദൽ മൗളിയ ഹഖ്ഖ തഅമ്മുലി. ഈ വിഷയത്തെക്കുറിച്ച് ആര് ചിന്തിച്ചാലും, അതിനെ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ചാൽ, അലിമ അന്ന ഹുസ്നൽ ദന്ന ബില്ലാഹി ഹുവ ഹുസ്നുൽ അമലി നഫ്സുഹു. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണ സംഭവിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. ഫഇന്നൽ അബ്ദ ഇന്നമാ യഹ്മിലുഹു അലാ ഹുസ്നിൽ അമലി ദന്നഹു ബിറബ്ബിഹി. ഒരടിമ അവൻ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവന്റെ രക്ഷിതാവിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാവുക. അൻ യുജാസിയഹു അലാ അഅമാലിഹി. അവന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ. വയുസീബഹു അലൈഹ വയതഖബ്ബലഹ മിൻഹു. അവനിൽ നിന്ന് അത് സ്വീകരിക്കുന്നു. ഫല്ലദി ഹമലഹു അലൽ അമലി ഹുസ്നുൽ ദന്നി. ഒരാൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അവന് അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഫകുല്ലമാ ഹസന ദന്നഹു ഹസന അമലിഹി. എല്ലാ നല്ല ധാരണയും നല്ല കർമ്മങ്ങളാണ്. അവന് നല്ല കർമ്മങ്ങളുണ്ടാകും. വഇല്ലാ ഫഹുസ്നുൽ ദന്നി മഅ ഇത്തിബാഇൽ ഹവാ അജ്സുൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയും ഇച്ഛകളെ പിൻപറ്റുന്നതും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല. അജ്സുൻ, അത് അവന്റെ കഴിവുകേടാണ്, അതൊരു ന്യൂനതയാണ്. ഇച്ഛകളെ പിൻപറ്റുക എന്നത് ഒരു ന്യൂനതയാണ്, കഴിവുകേടാണ്. കമാ ഫി ഹദീസ് തിർമിദി വൽ മുസ്നദി മിൻ ഹദീസ് ശദ്ദാദ് ഇബ്നു ഔസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. തിർമിദിയും മുസ്നദിൽ നിന്ന് വന്ന ഹദീസ് ശദ്ദാദ് ഇബ്നു ഔസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു. ഒരു ബുദ്ധിയുള്ളവൻ അവൻ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവനാണ്. വ അമില ലിമാ ബഅദൽ മൗതി. അവൻ പണിയെടുക്കുന്നത്, അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത് മരണശേഷത്തിലുള്ള കാര്യത്തിന് വേണ്ടിയാണ്, ആഖിറത്തിന് വേണ്ടിയാണ്. വൽ ആജിസു, എന്നാൽ കഴിവില്ലാത്തവൻ, ന്യൂനത ഉള്ളവൻ, അവൻ ആരാണ്? മൻ അത്തബ നഫ്സഹു ഹവാഹ. അവൻ അവന്റെ ഇച്ഛകളെ പിൻപറ്റുന്നവനാണ്. ഫതമന്ന അലല്ലാഹി. എന്നിട്ട് അല്ലാഹുവിൽ അവൻ പ്രതീക്ഷ വെക്കുന്നു, ഒരു തെറ്റായ പ്രതീക്ഷ. ഷെയ്ഖ് ഹഫിദഹുല്ലാഹ് പറയുന്നു, ഈ വ്യക്തി അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് വാദിക്കുന്നു, പക്ഷേ അവർ അള്ളാഹുവിനെ അടുക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദർസുകൾ പഠിച്ചു, അവർ ദുആക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ പറയുന്നത് ദുആ കൊണ്ട് പ്രയോജനം ഇല്ല എന്നാണ്. ഇങ്ങനെയാണ് അവരുടെ വാദം. എന്നിട്ട് അവർ പക്ഷെ അവർ വാദിക്കും അവർക്ക് അള്ളാഹിനെ കുറിച്ച് നല്ല ധാരണയാണ് ഉള്ളതെന്ന്. അപ്പൊ അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഈ കഴിവുകേടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിലൂടെ അള്ളാഹുവിനോട് അഭയം തേടിയത്. ഇത് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതാണ്. ആ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്നി വൽ അജ്സി. ഇതാണ് നമ്മുടെ വിഷയം. വൽ അജ്സി വൽ കസലി വൽ ബുഖ്ലി വൽ ജുബ്നി വദലഇ ദൈനി വഗലബതി റിജാലി. അല്ലാഹുവേ, ഉത്കണ്ഠയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കഴിവുകേടിൽ നിന്നും, അജസിൽ നിന്ന് അഭയം തേടാണ്, കഴിവുകേടിൽ നിന്നും, അലസതയിൽ നിന്നും, പിശുക്കിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും, ഭാരിച്ച കടബാധ്യതയിൽ നിന്നും, മനുഷ്യരാൽ കീഴടക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഈ കഴിവുകേടാണ് ആക്ഷേപിക്കപ്പെടേണ്ടത്. നടപ്പിലാക്കാൻ കഴിവില്ലാത്തവർക്ക് ഒഴിവുണ്ട്. മറിച്ച് നാം സംസാരിക്കുന്നത് ശൈഖ് ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നു, കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവനെ കുറിച്ചാണ്. അവർക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ അവരത് ചെയ്യുന്നില്ല. ഇതാണ് ആക്ഷേപിക്കപ്പെട്ട കഴിവുകേട്. ഇസ്ലാം ഇതിനെ വിമർശിക്കുന്നു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വബിൽ ജുംലത്തി ഫഹുസ്നുൽ ദന്നി ഇന്നമാ യകൂനു മഅ ഇൻകാദി അസ്ബാബിൻ നജാത്തി.
പൊതുവായിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണ അത് മോശത്തിൻ്റെ മാർഗങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ കൂടെയാണ്. എന്നാൽ നശിപ്പിക്കുന്ന മാർഗങ്ങൾ അത് നടപ്പിലാക്കുമ്പോൾ അതൊരിക്കലും നല്ല ധാരണയുമായി അത് യോജിച്ചു പോവുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നശിപ്പിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ തെറ്റായ വാദങ്ങൾ. അൽഫർഖു ബൈന ഹുസ്നുൽ ദന്നി വൽ ഗുറൂറി, നല്ല ധാരണയും വ്യാമോഹവും തമ്മിലുള്ള വ്യത്യാസം. ഫൈൻ കീല, ഇനി പറയപ്പെട്ടാൽ ബൽ യതഅത്താ ദാലിക, നശിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായാൽ മതി. അഥവാ ഇവരുടെ വാദം എന്താ? അവർക്ക് അള്ളാഹിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് എന്നാണ്. തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ചെയ്യുന്ന തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കാം, വൻപാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അള്ളാഹിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാണ് ഇവരുടെ വാദം. വയകൂനു മുസ്തനദു ഹുസ്നുൽ ദന്നി സഅത മഗ്ഫിറത്തുല്ലാഹി, ഇവർ പറയുന്നത് എന്താ? നല്ല ധാരണയുടെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ പൊറുക്കൽ വിശാലമാണ്. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. വറഹ്മതിഹി, അവൻ്റെ കാരുണ്യം വിശാലമാണ്. വഅഫ്വിഹി, അവൻ മാപ്പാക്കുന്നവനാണ്. വജൂദിഹി, അവൻ ഔദാര്യമുള്ളവനാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് സിഫാത്തുകളുണ്ട്. അപ്പോ ഫഅന്ന റഹ്മതഹു സബഖത് ഗളബഹു, അവന്റെ കാരുണ്യം കോപത്തെ മറികടക്കുന്നതാണ്. വഅന്നഹു ലാ തൻഫഉൽ ഉഖൂബത്തു, ശിക്ഷ അവന് ഗുണം ചെയ്യുകയില്ല. വലാ യദുറുൽ അഫു, മാപ്പാക്കൽ അവനെ ദ്രോഹം ചെയ്യുകയില്ല. ഇങ്ങനെയാണ് ഇവരുടെ വാദം. തീല അൽ-അംറു ഹഖസ. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിമർശിക്കുകയാണ്. വല്ലാഹു ഫൗക ദാലിക, അല്ലാഹു എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയവനാണ്. വഅജല്ലു വഅക്റമു വഅജ്വദു വഅർഹമു, അല്ലാഹു ഏറ്റവും വലിയവനാണ്, ഏറ്റവും ഔദാര്യമുള്ളവനാണ്, ഏറ്റവും കാരുണ്യമുള്ളവനാണ്. വലാകിൻ ഇന്നമാ യഗൗ ദാലിക ഫീ മഹല്ലി ലായിക ബിഹി, എന്നാൽ അല്ലാഹു ഇതെല്ലാം അതിൻ്റെ യഥാർത്ഥ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിരിക്കുന്നു. ഫഇന്നഹു സുബ്ഹാനഹു മൗസൂഫുൻ ബിൽ ഹിക്മതി, അവന്റെ വിജ്ഞാനം അനന്തമാണ്. വൽ ഇസ്സത്തി, അവന്റെ പ്രതാപം. വൽ ഇന്തിഖാമി, അവൻ ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. വശിദ്ദത്തിൽ ബത്ശി, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വഉഖൂബത്തി മൻ യസ്തഹിഖുൽ ഉഖൂബത, ശിക്ഷ അർഹിക്കുന്നവൻ അവൻ ശിക്ഷ നടപ്പിലാക്കുന്നു. ഫലൗ കാന മുഅവ്വലു ഹുസ്നിൽ ദന്നി അലാ മുജറദി സിഫാത്തിഹി വഅസ്മാഇഹി, എന്നാൽ നല്ല ധാരണ എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകളെയും സിഫാത്തുകളെയും കുറിച്ചുള്ള ജ്ഞാനം മാത്രമാണെങ്കിൽ ലസ്തറക ഫീ ദാലികൽ ബിർറു വൽ ഫാജിറു, നികൃഷ്ടനും പുണ്യവാനും ഇതിനൊരു ഓഹരിയുണ്ട്. വൽ മുഅ്മിനു വൽ കാഫിറു, സത്യനിഷേധിക്കും സത്യവിശ്വാസിക്കും ഇതിലൊരു ഓഹരിയുണ്ട്. വലിയുഹു വഅദുഹു, അവൻ്റെ വലിയനും അവൻ്റെ ശത്രുവിനും ഓഹരിയുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഫമാ യൻഫഉൽ മുജ്രിമ അസ്മാഉഹു വസിഫാത്തുഹു, ഒരു കുറ്റവാളിക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അവൻ്റെ നാമങ്ങളെയും കുറിച്ചുള്ള ജ്ഞാനം മാത്രം കൊണ്ട് ഗുണമുണ്ടാവില്ല. വഖദ് ബാഅ ബിസുഖ്തിഹി വഗളബിഹി, കാരണം അവൻ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചവനാണ്. വതഅറദ ലിലഅനതിഹി, അവൻ്റെ ശാപത്തിന് വിധേയമായവനാണ്. വബഖാ ഫീ മഹാരിമിഹി, അവൻ്റെ പരിധികൾ ലംഘിച്ചവനാണ്. വന്തഹക ഹുർമാതിഹി, അവൻ വിരോധങ്ങൾ ചെയ്തവനാണ്. ബൽ ഹുസ്നുൽ ദന്നി, എന്നാൽ നല്ല ധാരണ എന്നാൽ യൻഫഉ മൻ താബ വനദിമ വഅഖ്ലഅ, ആ ഗുണം ചെയ്യുന്നത് ആർക്കാണ്? തൗബ ചെയ്തവർക്കും
ഖേദത്തിൽ നിന്ന് അതിൽ നിന്ന് ദുഃഖിച്ച് മടങ്ങിയവരിലേക്കും വാക്കല തിന്മ വെടിഞ്ഞവരിലേക്കും തിന്മ നിർത്തിയവർക്കുമാണ്. വബദ്ദല സയ്യിഅത ബിൽ ഹസനതി, നല്ലത് കൊണ്ട് ചീത്തയെ മാറ്റിയവനാണ്. വസ്തഖ്ബല ബഖിയത ഉമരിഹി ബിൽ ഖൈരി വത്താഅതി, ഭാവി കാലം ഖൈറിലും അനുസരണത്തിലും ജീവിച്ചവനാണ്. സുമ്മ അഹ്സന ളന്ന ഫഹാദാ ഹുവ ഹുസ്നുൽ ളന്നി, ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ എന്ന് പറഞ്ഞാൽ. വൽ അവ്വലു, ആദ്യം പറഞ്ഞത് ഗുറൂറുൻ, അത് വഞ്ചനയാണ്. ആ കുറ്റവാളിയെ കുറിച്ച് മുമ്പ് പറഞ്ഞത് അത് വ്യാമോഹം മാത്രമാണ്. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹു അഭയം തേടുന്നു. പക്ഷേ ഫൗസാൻ ഹഫിദുള്ള പറയുന്നു, അള്ളാഹു പറഞ്ഞു വഇന്നി ഗഫാറൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദ. സൂറത്ത് താഹയിലെ 20-ാം അധ്യായം 82-ാം വചനം. അള്ളാഹു ഗഫാറാണ്. ആർക്ക്? വഇന്നി ഗഫാറൻ, അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനാണ്. ആർക്ക്? ലിമൻ താബ, തൗബ ചെയ്തവന്, വആമന, വിശ്വസിച്ചവന്, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തവന്. അപ്പോൾ തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു ഗഫാറാണ്. എന്നാൽ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ അവർ പറയുന്നു, അവരെന്താ വാദിക്കുന്നത്? അള്ളാഹു പൊറുക്കുന്നവനാണ് എന്ന്. ഈ വ്യക്തി വ്യക്തമായ തെറ്റിലാണ്. അള്ളാഹു പൊറുക്കുന്നവനാണ് എപ്പോഴെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്? അവൻ തൗബ ചെയ്താൽ. ആ തൗബയുടെ ഒരു ഷർത്ത് എന്താണ്? അവൻ ചെയ്യുന്ന തിന്മകൾ, പാപങ്ങൾ ഉടനെ നിർത്തണം. ബാറക്കല്ലാഹു ഫീക്കും. വലാ തസ്തതിൽ ഹാദൽ ഫസ്ല, ഈ അധ്യായം നീണ്ടുപോയിട്ടുണ്ട്. ഫൈനൽ ഹാജത ഇലൈഹി ശദീദത്തുൻ ലികുല്ലി അഹദിൻ, കാരണം ഇത് ശക്തമായൊരു ആവശ്യമാണ് എല്ലാ ഓരോരോ ആളുകൾക്കും. യുഫർരിഖു ബൈന ഹുസ്നി ളന്നി ബില്ലാഹി വബൈനൽ ഗുറൂരി ബിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയും വഞ്ചിതനാകുന്നതിനെ കുറിച്ചുള്ള വ്യത്യാസം വ്യക്തമാക്കാൻ വേണ്ടി എല്ലാവരോടും പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായം നീണ്ടുപോയത്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പൊ അല്ലാഹു പറയുന്നു, തീർച്ചയായും വിശ്വസിച്ചവർക്കും ഹിജ്റ ചെയ്തവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർക്കും അക്കൂട്ടർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇക്കൂട്ടരാണ് അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർ. ലൽ ബാതിലൈനി വൽ ഫാസിഖീനി, ഫാസിഖുകൾ അല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു, ഇവർ അള്ളാഹുവിൽ പ്രതീക്ഷ മാത്രം വെച്ച് മതിയാക്കിയില്ല, പക്ഷെ അവർ വിശ്വസിച്ചു, ഹിജ്റ ചെയ്തു, കണ്ടോ, മാർഗങ്ങൾ സ്വീകരിച്ചു, അവർ കർമ്മങ്ങൾ ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു. ഇവർ അള്ളാഹുവിൽ പ്രതീക്ഷ മാത്രം വെച്ചില്ല, പക്ഷെ അവർ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവർ ഹിജ്റ ചെയ്തു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു. ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് നാം ഒരിക്കലും വിചാരിക്കരുത് നാം മതിയായ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അല്ല, ഇങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അവർ മതിയായത് ചെയ്തു എന്ന് അവർ ഒരിക്കലും വിചാരിക്കരുത്. ഞങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ സ്വർഗത്തിൽ എന്തായാലും പ്രവേശിക്കുമെന്ന്. മറിച്ച് അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരായത്തും കൂടി ഉദ്ധരിക്കുന്നുണ്ട്. ഖാല തആല സുമ്മ ഇന്ന റബ്ബക ലില്ലദീന ഹാജറു മിൻ ബഅദി മാ ഫുതിനു, പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം
നിന്റെ റബ്ബ് ഹിജ്റ ചെയ്തവർക്കും സുമ്മ ജാഹദു ജിഹാദ് ചെയ്തവർക്കും വസ്സബറു ക്ഷമിച്ചവർക്കും ഇന്ന റബ്ബക മിൻ ബഅദിഹ തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ലഗഫൂറുർ റഹീം ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഫഅഖ്ബറ സുബ്ഹാനഹു അന്നഹു ബഅദ ഹാദിഹിൽ അഷ്യാ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങൾക്ക് ശേഷമാണ്, അതായത് ഹിജ്റ ചെയ്യുക എന്ന കർമ്മം ചെയ്തു, അവർ ജിഹാദ് ചെയ്തു, അവർ ക്ഷമിച്ചു, അങ്ങനെ ഈ മാർഗങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് അല്ലാഹു ഗഫൂറുൻ പൊറുക്കുന്നവനും റഹീമുൻ കരുണാനിധിയും എന്ന് പറഞ്ഞത് ലിമൻ ഫഅലഹ ആ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം. ഫൽ ആലിമു ഒരു പണ്ഡിതൻ യദഉ റജാഅ മവാദിഉഹു ഒരു പണ്ഡിതൻ ഈ പ്രതീക്ഷയെ അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് വെക്കുന്നു. അതായത് പ്രതീക്ഷിക്കുക മാത്രമല്ല, കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാർഗങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് പ്രതീക്ഷിക്കുക അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ. വൽ ജാഹിലു എന്നാൽ വിവരമില്ലാത്തവനും അൽ മുഅത്തറു വഞ്ചിതനും യദഉഹു ഫി ഗൈരി മവാദിഹി അവൻ അതിനെ വെക്കുന്നത്, ആ പ്രതീക്ഷയെ വെക്കുന്നത് അതിന്റെ ശരിയായ സ്ഥലത്തല്ല. അപ്പൊ ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറയുന്നു, ഇവരെ മുശ്രിക്കുകൾ പീഡിപ്പിച്ചിരുന്നു, അവർക്ക് മർദ്ദനങ്ങൾ ഏറ്റിരുന്നു. മുശ്രിക്കുകളാൽ അവരുടെ മതം കാരണം അവർ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവർ ഹിജ്റ ചെയ്തു. ഇന്ന് നമ്മോട് ഇങ്ങനെ സമ്പത്തും വീടും വിട്ടു പോകാൻ കൽപ്പിച്ചാൽ എത്ര പേർക്ക് ഇത് സാധിക്കും? അതുകൊണ്ട് സഹാബക്കൾ റളിയല്ലാഹു അൻഹും മാർഗങ്ങൾ നടപ്പിലാക്കി. അള്ളാഹു അവർക്ക് അതുകൊണ്ട് പുറത്തു കൊടുത്തു. മാർഗങ്ങൾ നടപ്പിലാക്കുകയും തൗബ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് തൗബയുടെ ഒരു ഷർത്ത് തിന്മയെ വെടിയുക എന്നാണ്. അപ്പോഴാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറയുന്നു, സംശയമില്ല ഇത് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഇതിന്റെ തുടക്കത്തിൽ എഴുത്തുകാരൻ അഥവാ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എങ്ങനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, ദുആ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള മഹത്തായ മാർഗമാണ്, മോക്ഷവും സുരക്ഷയും ലഭിക്കാനുള്ള മഹത്തായ മാർഗമാണ്. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദുആ ചെയ്യുന്നവരുടെ തെറ്റായ രീതികളെ കുറിച്ചും പറഞ്ഞു. അവരുടെ വാദം എന്താ? ദുആക്ക് പ്രയോജനമില്ല, വിധിച്ചത് എന്തായാലും സംഭവിക്കും. ഇതിനെയും ഇതുപോലത്തെ പല തർക്കങ്ങളെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിമർശിച്ചു. അതുപോലെ അവർ പ്രചരിപ്പിക്കുന്ന വിവിധ പ്രസ്താവനകളെയും. ബാറക്കല്ലാഹു ഫീക്കും ഹഫിദകുമുല്ലാഹ്. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.